ഹലോ മങ്സ്, നമുക്കറിയാം ഇന്ന് ഇപ്പോൾ ഈ പുള്ളിക്കാരനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആരെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ പ്രിക്കണ്ണൻ, അതെ പ്രിക്കണ്ണനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ഈ വീഡിയോയുടെ അവസാനം നമ്മളൊരു വലിയൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവസാനമോ ഇടയിലോ നിങ്ങൾ കാത്തിരുന്നോ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നല്ലൊരു എമൗണ്ട് ഗിഫ്റ്റാണ്. അതായത് സപ്പോസ് ഇപ്പോൾ ഒരു $30 സംതിങ് ഗിഫ്റ്റാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആരാണ് ആ ഭാഗ്യശാലി എന്ന് പറയാൻ പറ്റില്ല. അതെങ്ങനെയാണ് കിട്ടാൻ പോകുന്നുള്ള കാര്യമാണ് ഞാനിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് പ്രിക്കണനെ കുറിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ പോകുന്നത്? എയർ ഡ്രോപ്പ് അല്ലേ. നമ്മൾ എയർ ഡ്രോപ്പിന് വേണ്ടിയല്ലേ നമ്മൾ എല്ലാവരും കളിക്കുന്നത്. എന്താണ് എയർ ഡ്രോപ്പ്? ആ ഒരു കമ്പനിക്ക് വേണ്ടി നമ്മൾ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഒക്കെ സെയിൽസ് അല്ല മാർക്കറ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മൾക്ക് പാരിതോഷികമായി അല്ലെങ്കിൽ പ്രത്യുപകാരമായി തരുന്നതാണ് അവരുടെ കോയിൻസ്. ആ കോയിൻസ് നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവരുടെ ടോക്കൺസ്, ആ ടോക്കൺസ് നമ്മൾ എന്ത് ചെയ്യും? ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ക്രിപ്റ്റോ കറൻസി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ കൊണ്ടുവരുന്നു. അവിടെ നമ്മൾ വിറ്റ് നമ്മുടെ കയ്യിലേക്ക് എന്ത് ചെയ്തു? റിയൽ മണി ആയിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ പ്രിക്കണ്ണനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എന്താണ് പ്രിക്കണ്ണൻ്റെ ഒരു വലിയ ന്യൂസ്? കുറേ പേര് ചോദിക്കുന്നതാണ്, പ്രിക്ക് ഓൾറെഡി ലിസ്റ്റ് ആയല്ലോ, ഇനി എനിക്ക് എൻ്റെ പൈസ പിൻവലിച്ചൂടെ? ഇല്ല ഇല്ല ഇല്ല. എവിടെയാണ് പ്രിക്ക് ലിസ്റ്റ് ആയിരിക്കുന്നത്? പ്രിക്ക് ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ആയിരിക്കുന്നത്. അതായത് എന്താണ്? ഡെക്സ്. നമുക്ക് എവിടെയാണ് ലിസ്റ്റ് ആവുന്നത്? സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ അല്ലേ. അപ്പോൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ആയാൽ മാത്രമാണ് നമുക്ക് പ്രിക്കിനെ വാങ്ങുകയും നമ്മുടെ പൈസ കൊടുത്ത് വാങ്ങുകയും വിൽക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ. ഇതൊരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. ഇപ്പോൾ പ്രിക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് 0.00631 എന്ന് പറഞ്ഞ റേറ്റിലാണ്, ഡോളർ എന്ന് പറഞ്ഞ റേറ്റിലാണ് പ്രിക്ക് റൺ ചെയ്യുന്നത്. ഇത് നമുക്ക് എന്തെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലല്ല ലിസ്റ്റ് ആവുന്നത്, പകരം ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാണ് പിക്കിൾ ദ റിക്ക് ഇപ്പോൾ ലിസ്റ്റ് ആയിട്ടുള്ളത്, ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പ്രിക്കിൻ്റെ ഹോൾഡറാണ്. ഞാൻ ഫാൻറ്റം വാലറ്റിൽ കുറച്ച് പ്രിക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് ദിവസമായിട്ട് ബിറ്റ് കോയിൻ നല്ല രീതിയിൽ ഡൗൺ ആയേക്കണം, കാരണം പ്രിക്കണ്ണനും അത് ഫോളോ ചെയ്തു പോയി. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. നമുക്കിന്ന് എന്താണ് ഇമ്പോർട്ടൻ്റ് കാര്യം? അതെ, എയർ ഡ്രോപ്പ്. അതാണ് നമ്മുടെ ഇന്നത്തെ കാര്യം. എന്താണ് എയർ ഡ്രോപ്പ്? പ്രിക്കിൻ്റെ എയർ ഡ്രോപ്പ് വരാൻ പോകുന്നു. അതിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവരവരുടെ പേജിൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നു. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് നമുക്ക് വായിച്ചു നോക്കാം. വി ആർ പ്രിപ്പയറിംഗ് ദ ഇൻഫ്രാസ്ട്രക്ചർ ടു ഡിസ്ട്രിബ്യൂട്ട് പ്രൈസസ്. അവരെന്താണ്? അവരുടെ ഗെയിം കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. എന്തിനാണ് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്? പ്രൈസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അതായത് അവരുടെ ഇപ്പോൾ നിങ്ങൾ സമ്പാദിച്ചെടുത്തിരിക്കുന്ന പോയിൻസിനെ അവരെന്ത് ചെയ്തു? കോയിൻസ് ആക്കി കൺവേർട്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും ഉള്ള പേരോട് പറയുന്നത്, എൻ്റെ കയ്യിലൊരു ഇത്രയും വലിയൊരു പ്രിക്ക് നമ്മുടെ ഗെയിമിലുണ്ട്, നമ്മുടെ കയ്യിൽ ഇത്രയും വലിയ നമ്പേഴ്സ് ഉണ്ട്, ഞാൻ റിച്ച് ആണോ? നോട്ട് ക്വയറ്റ്. ദീസ് ആർ ഗെയിം പോയിൻറ്റ്സ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ ഏൺ ചെയ്യുന്നത് എന്താണ്? ഗെയിം പോയിൻറ്റ്സ് ആണ് അല്ലേ. അല്ലാതെ റിയൽ കോയിൻ അല്ല. ചില ഗെയിമുകൾ മാത്രമേ ഉള്ളൂ റിയൽ ആയിട്ടുള്ള ടോക്കൺസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്നതാണ് പോയിന്റ്സ് ആണ്. അപ്പോൾ പോയിന്റ്സ് ആണ്. ദ ടോട്ടൽ പ്രൈസ് പൂൾ വിൽ ബി ഡിവൈഡഡ് അക്കോർഡിംഗ് ടു ദ പെർസെൻറ്റേജ് ഓഫ് എഫേർട്ട് പുട്ട് ഇൻ ടു ദ പ്രോജക്റ്റ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പേഴ്സൻറ്റേജ്, അതായത് ഈ പ്രൊജക്റ്റിൻ്റെ പേഴ്സൻറ്റേജ് കിട്ടുക? നിങ്ങളുടെ എഫേർട്ട് എത്ര എടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതിലെ ഏറ്റവും ടാസ്കുകൾ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിലെ ടാസ്കുകൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലുള്ള എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യുക. അതായത് എന്തൊക്കെ ടാസ്കുകൾ? നമ്മൾ ട്വിറ്ററിൽ പോയിട്ട് ലൈക്ക് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, അങ്ങനെ അവരൊക്കെ പലതരം പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുക, അവരെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യുക. ഇതായിരുന്നു അവർ പറഞ്ഞ ടാസ്കുകൾ. അപ്പോൾ എല്ലാ ദിവസവും 3 മണിക്ക് ശേഷം, ഉച്ചയ്ക്ക് 3 ശേഷം തുറന്നു നോക്കി കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് നല്ല നല്ല ടാസ്കുകൾ കാണാൻ പറ്റും. നല്ല പ്രൈസ് പോയിന്റ് ആണ് അവർ കൊടുക്കുന്നത്, നല്ല പോയിന്റ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയാലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എവരി വൺ ഗെറ്റ്സ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോയിൻസ് വിൽ ഇറ്റ് ക്രാഷ് ദ പ്രൈസ്. അതായത് എല്ലാവർക്കും കോയിൻസ് കൊടുക്കുകയാണ്. എല്ലാവരും കോയിൻ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുക? ഈ കോയിൻ കിട്ടിയ പാടെ തന്നെ എന്ത് ചെയ്യും? എല്ലാവരും പോയിട്ട് വിറ്റ് കളയും. വിറ്റ് കളഞ്ഞ് എന്താ പറ്റുക? നമ്മൾ വിൽക്കുമ്പോൾ എന്താ പറ്റുക? പ്രൈസ് താഴേക്കും. വാങ്ങുമ്പോൾ എന്ത് പറ്റും? പ്രൈസ് മേലേക്കും അല്ലേ. സിമ്പിൾ അല്ലേ. അപ്പോൾ വിൽക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ക്രാഷ് ആവില്ലേ? പ്രൈസ് ക്രാഷ് ആവുമ്പോൾ ഇപ്പോൾ പോയിന്റ് 0.006 ആണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഫുൾ പ്രൈസ് ക്രാഷ് ആയിട്ട് ചിലപ്പോൾ 0.00000 വലിയൊരു താഴേക്ക് വന്നൂടെ? അപ്പോൾ അങ്ങനെ വന്നൂടെ ചോദിക്കണേ. അപ്പോൾ അവർ പറഞ്ഞിട്ട് എയർ ഡ്രോപ്പ് വിൽ ബി ഇൻ സൊളാന ടോക്കൺ. സൊളാന എന്ന് പറഞ്ഞ കോയിനിലെ ഒരു സൊളാന കോയിൻ്റെ വില എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് ഒരു $148 ഇപ്പോൾ ഒരു സൊളാന കോയിൻ്റെ വില, കറണ്ട് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ അത്രയും വന്ന സൊളാന ടോക്കൺസ് വെച്ചിട്ടാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു സൊളാന ടോക്കൺ അല്ല കേട്ടോ, 0.001 0002 അത്ര വന്ന സൊളാന ടോക്കൺസ് ആക്കി അവർ കൊടുക്കാൻ പോകുന്നത് പ്രിക്കിന് പകരം. പ്ലസ് എ മിനിമൽ എമൗണ്ട് ഓഫ് പ്രിക്ക് ടോക്കൺസ്. സൊളാന ടോക്കൺസിനൊപ്പം പ്രിക്ക് ടോക്കൺസ് കൂടി ഒപ്പം കൊടുക്കുന്നു. പറഞ്ഞിട്ടുണ്ട് ലെസ് ദാൻ $1 ജസ്റ്റ് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഹോൾഡേഴ്സ്. അതായത് ഇത് ഹോൾഡ് ചെയ്ത് വെക്കാനാണ് അവരെന്ത് ചെയ്യുന്നത്? പ്രിക്കിൻ്റെ ടോക്കൺസ് കൊടുക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ മതി ചിലപ്പോൾ കുറച്ച് ടോക്കൺസ് മാത്രമേ കിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ദർ ആർ 600,000 പീപ്പിൾ ഇൻ ദ ഗെയിം. 600K പീപ്പിൾ കളിക്കുന്നുണ്ട്. 600K മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ്, മങ്സ്. 600K മാത്രം. മറ്റേതിലൊക്കെ 13 മില്യൺ 10 മില്യൺ ആൾക്കാരെ കളിക്കണം. ഇതിലാകെ 600K മാത്രം. വിൽ എവരി വൺ ഗെറ്റ് എ ഡ്രോപ്പ്? നോ, ഓൺലി ദോസ് പ്ലേയേഴ്സ് ഹു ആക്റ്റീവ്ലി കംപ്ലീറ്റ് എ ടാസ്ക്. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു ടാസ്ക് ആണ് ഇമ്പോർട്ടൻറ്റ്. ടാസ്ക് വഴിയാണ് നല്ല രീതിയിൽ പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്യുക. റെസ്റ്റ് ഇസ് സീക്രട്ട്. റെസ്റ്റ് എന്താണെന്ന് അവർ പിന്നെ പറയും. ഓക്കെ, ഐ റിഫോർഡ് 10 lakh, എത്രയോ കോടി ഫ്രണ്ട്സിനെ ഞാൻ വിളിക്കരുത്. വിൽ ഐ ഗെറ്റ് എ ഡ്രോപ്പ് ഫോർ ദം? ഇല്ല. അവർ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. ഇപ്പം ഞാൻ കുറേ പേർ റിഫർ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് അവരെ എല്ലാ കോയിൻസും എനിക്ക് കിട്ടുമോ? ഇല്ല. ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം എനിക്ക് എന്ത് ചെയ്യും? നല്ല രീതിയിൽ കോയിൻസ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, വെൻ വിൽ ദ ഡ്രോപ്പ് ബി? എപ്പോഴാണ് എയർ ഡ്രോപ്പ് വരാൻ പോകുന്നത്? ദ ഡ്രോപ്പ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഫ്രം ദ എൻഡ് ഓഫ് മന്ത് ടു ദ 5th ഓഫ് ദ ന്യൂ മന്ത്. അതായത് ഈ മാസം അവസാനം തൊട്ട് ഡ്രോപ്പ് സ്റ്റാർട്ട് ചെയ്യും എന്ന് വരെ. അടുത്ത മാസം 5-ാം തീയതി വരെ എയർ ഡ്രോപ്പ് ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യാണ്ടാവും, നമ്മുടെ ഇമെയിൽ ഐ ഡി കണക്ട് ചെയ്യാണ്ടാവും, ഏതെങ്കിലും ഒരു ഫാൻറ്റത്തിൻ്റെ ഇതെല്ലാത്തിൻ്റെ വീഡിയോ നമ്മൾ പറഞ്ഞു കേട്ടോ. ഫുൾ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല പക്കയായിട്ട് നല്ല ഇങ്ങനെ, നിങ്ങൾ ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ നമ്മളിത് അങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്ത് ഡൗൺലോഡ് ചെയ്യണം, എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യണം, എല്ലാം നമ്മൾ പറഞ്ഞുതരും. ഓക്കെ, iOS മാത്രം ക്ഷമിക്കണം, എനിക്ക് iOS ഇല്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മാക്സിമം ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. മാക്സിമം നോക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അതിനൊപ്പം തന്നെ ആൻഡ് സോ ഓൺ ഫോർ 10 months. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് ഇവരുടെ എയർ ഡ്രോപ്പ് ഇപ്പോൾ തീരുന്നില്ല. ബാക്കിയുള്ള കോയിൻസ് പോലെ ഒറ്റ പ്രാവശ്യം കൊണ്ടല്ല എയർ ഡ്രോപ്പ്. നിങ്ങൾ ഇതിലുള്ള ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കുക, ടാസ്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. 10 മാസത്തോളം ഈ ഡ്രോപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ എല്ലാ മാസം 5-ാം തീയതി വരെ, മാസത്തിന് എൻഡിങ് തൊട്ട് അടുത്ത മാസത്തിന് 5-ാം തീയതി വരെ എയർ ഡ്രോപ്പ് ഉണ്ടാവും. അടുത്ത മാസം വരുമ്പോൾ വീണ്ടും അതുപോലെ ഉണ്ടാവും. അപ്പം നിങ്ങൾ അതുവരെ അക്യുമുലേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വീണ്ടും കോയിൻസ് ആക്കി മാറ്റി ഇങ്ങനെ എന്ത് ചെയ്യാം? ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ കുറേ പേര് എന്ത് ചെയ്യില്ല, അപ്പോൾ കുറച്ചേച്ച് ടോക്കൺ മാത്രമേ കൊടുക്കണുള്ളൂ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് എല്ലാ ടോക്കൺ കൂടി ഒരുമിച്ച് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ആകെ കുറച്ച് ടോക്കൺ മാത്രമേ കൊടുക്കണുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ക്രാഷ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കിട്ടിയവർ തന്നെ ഓടിപ്പോയിട്ട് വിറ്റാൽ തന്നെ കുറച്ച് ടോക്കണല്ലേ വിൽക്കാൻ പറ്റുള്ളൂ. ആകെ ചെറിയ ടോക്കൺ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ ആ ടോക്കൺ വിൽക്കുമ്പോൾ തന്നെ ഒരു ക്രാഷ് ഉണ്ടാവില്ല. അപ്പോൾ അക്യുമുലേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം? ഒരു നല്ലൊരു പ്രൈസ് പോയിന്റ് ഇതിങ്ങനെ മേലേക്ക് പോയി നല്ല സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലൊക്കെ എത്തിയാൽ എന്ത് ചെയ്യുക? നമുക്ക് നല്ലൊരു പ്രൈസ് പോയിന്റ് അതൊന്നും വിൽക്കാൻ മതി. അപ്പോൾ ഹോൾഡിംഗ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് കീ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പ്രിക്കിൻ്റെ എയർ ഡ്രോപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ അവരെ സൈറ്റിൽ പോയി വെക്കാം. എന്താണ് അവരെ സൈറ്റിൽ പറയുന്നത്? അപ്പോൾ സൈറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പ്രിക്കിൻ്റെ എയർ ഡ്രോപ്പിന് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അവരൊരു കൃത്യമായൊരു കാര്യം എത്തിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പ്ലേ ഏൺ പോയിന്റ്സ് ആൻഡ് ഹാവ് ടൺസ് ഓഫ് ഫൺ. എവറി മന്ത് ദർ ഇസ് എ പ്രൈസ് പൂൾ ഓഫ് 200 സൊളാന ആൻഡ് അതർ റിവാർഡ്സ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുന്നു, എല്ലാ മാസവും എന്ത് കിട്ടും? എയർ ഡ്രോപ്പ് കിട്ടുമെന്നാണ് അവരുടെ ഇപ്പോഴത്തെ സൈറ്റ് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ മാസവും ഈ 200 സൊളാന കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? യോഗ്യരായിരിക്കാം. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അവർ ടാസ്കുകൾ, അവരുടെ ഗെയിം, ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. ഓരോ മാസം നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസ് പോയിന്റ് അതിനനുസരിച്ച് വാരി ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായി വിചാരിക്കുന്നു. ഇത് അവർ ഒഫീഷ്യൽ സൈറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. 1 ബില്യൺ സപ്ലൈ ഉണ്ട്. അവരുടെ എത്ര പെർസെൻറ്റേജാണ് ടോക്കണോമിക്സ് ഒക്കെ റിലീസ്ഡ് ആയിട്ടില്ല മര്യാദയ്ക്ക്. എപ്പോഴും ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഓരോ മാസവും 200 സൊളാന കോയിൻ്റെ ഒരു സൊളാന കോയിൻ്റെ വില ഞാൻ പറഞ്ഞു $148 ഇപ്പോഴും ഉണ്ട്. അത് വേണമെങ്കിൽ കുറയാം കൂടാം ട്രേഡിങ്ങിനനുസരിച്ച്. ഓക്കെ, മാർക്കറ്റ് അനുസരിച്ച് വിലയും കൂടും കൂടാം. അപ്പോൾ സൊളാന കോയിൻസ് ഫസ്റ്റ് നിൽക്കുന്ന പൊസിഷനിൽ നിങ്ങൾക്ക് ഇത്ര കോയിൻസ് 50, 30, 20, പിന്നെ 1, പിന്നെ 0.5 അങ്ങനെ ലെവലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ലെവലുള്ള സൊളാന കോയിൻസ് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യാം? യോഗ്യരായേക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കളിച്ചുകൊണ്ടേ തന്നെ ഇരിക്കുക. അപ്പോൾ ഈ ഇൻഫർമേഷനാണ് നമുക്ക് എവിടെ നിന്ന് കിട്ടിയത്? നമ്മൾക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ ഗെയിമിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ഇത്ര കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ എയർ ഡ്രോപ്പിൻ്റെ ഫുൾ ഇൻഫർമേഷൻ മനസ്സിലായി. ഇതുവരെ എന്ത് ചെയ്തില്ല, അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എന്തായാലും ഇൻഫർമേഷൻ ഇടും. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എന്തായാലും ഒരു വീഡിയോ വരും. ആവശ്യമുള്ളവർ ടെലിഗ്രാം ചാനലും യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത സംഭവം നമ്മൾ വന്നത് ഗെയിമിലേക്ക് പോവാണ്. ഗെയിം പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിക്കിൻ്റെ ഗെയിമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രിക്ക് ഗെയിം ടാസ്ക് ചെയ്യുന്നു.
അപ്പോൾ കുറേ പേർക്ക് ഒരു ഇഷ്യൂ ആണ് ഇതിൽ ബാലൻസ് കാട്ടുന്നില്ല ഒക്കെ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ റീലോഡ് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ ബാലൻസ് കാട്ടും. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ളത് എന്ത് ചെയ്യുക, ഇങ്ങനെ ടാപ്പ് ചെയ്യുക, പോയിന്റ്സ് അക്കുമുലേറ്റ് ചെയ്യുക. പ്ലസ് ഉള്ളത് ഇവിടെ ഒരു ബൂസ്റ്റ് ഉണ്ട്. ബൂസ്റ്റ് എല്ലാ ദിവസവും ടർബോ 3 പ്രാവശ്യം കിട്ടും, എനർജി 3 പ്രാവശ്യം കിട്ടും. പിന്നെ ഒരു ഫ്രണ്ടിന് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20K കോയിൻസ് കിട്ടും. അതുപോലെ തന്നെ 10 ഫ്രണ്ട്സിന് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഓട്ടോ ബോട്ട് ഉണ്ട്. പക്ഷേ അതിപ്പോൾ വർക്ക് ആവുന്നില്ല, തമ്പരാൻ അറിയാം എന്തുകൊണ്ട് വർക്ക് ആകും. പിന്നെ ബൂസ്റ്റ് ഫോർ 300%, അതായത് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് തുടക്കം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 5000 കോയിൻസ് ആയിരിക്കും എവിടെ ഉണ്ടാവുക, ഇതിൻ്റെ ഈ ബാലൻസ് ആയിട്ട് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇത്രയും ഫ്രണ്ട്സിനെ റിഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 300% മോർ എനർജി ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ കൂടുതൽ കിട്ടും. ഇപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗെയിമിൻ്റെ. വളരെ സിമ്പിൾ ഗെയിമല്ല, വേറെ ഒന്നുമില്ല, പേര് പോലെ കുഞ്ഞു ഗെയിം അല്ലേ. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആരാ, ടാസ്ക്. എൻ്റെ കയ്യിൽ ചിലപ്പോൾ നിങ്ങൾ വണ്ടർ ചെയ്യുന്നുണ്ടാവും എന്തുകൊണ്ട് ഇത്ര കോയിൻസ് ഇരിക്കുന്നു എന്ന് വണ്ടർ ചെയ്യുന്നുണ്ടാവും. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് ടാസ്ക്, ഞാൻ ഇതിൻ്റെ ഒരു ഏർലി അഡോപ്റ്ററാണ്. ഈ ഗെയിം തുടങ്ങിയ അന്ന് തൊട്ട്, ഈ ഗെയിം ഡെക്സിൽ റിലീസ് ചെയ്ത അന്ന് തൊട്ട് ഞാൻ ഈ കോയിൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗെയിം സ്റ്റാർട്ടഡ് ആണ്, കളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് പേർക്ക് ഈ ഗെയിം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അത്യാവശ്യം നല്ല ലെവലൊക്കെ കളിക്കുന്നുണ്ട്. ഞാൻ ഒരു ലീഡേഴ്സ് ബോർഡൊക്കെ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ പഴയ ബാച്ചിലുണ്ടാകുന്ന, അതായത് ക്രിപ്റ്റോ ബാച്ചിലുണ്ടാകുന്ന കുറച്ച് പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ലെവൽ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് മെയിനായിട്ട് കളിക്കാനുള്ള ടാസ്കുകൾ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കിട്ടും. ഞാൻ ലീഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് ലീഡേഴ്സ് ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ എടുക്കണേ സ്റ്റെവിൻ, റിജിൻ സണ്ണി, ജോസഫ്, ജുബൈർ, ആദിത്യ പ്രഭു. ഈ ജുബൈർ എനിക്ക് നോ ഐഡിയ, ബട്ട് ഇത്രയും ആൾക്കാർ, സ്റ്റെവിൻ, റിജിൻ സണ്ണി, ജോസഫ്, ആദിത്യ പ്രഭു, ഇത്രയും ആൾക്കാർ എൻ്റെ പഴയ ക്രിപ്റ്റോ ബാച്ചിൽ, ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ക്രിപ്റ്റോ ബാച്ചിൽ ഉണ്ടാകുന്ന ആൾക്കാരുകളാണ്. അവർ അത്യാവശ്യം, ഈ സ്റ്റെവിനൊക്കെ ഒരു സമയത്ത് വേൾഡ് റാങ്കിങ്ങിൽ 80 പൊസിഷനൊക്കെയായിരുന്നു. എൻ്റെ പൊസിഷൻ ഇപ്പോൾ 17ാമതാണ്. ഇനിയാണ് ഞാൻ പറഞ്ഞു വന്ന ഒരു ഗീവ് അവേ, ഒരു $30 കാര്യം വന്നില്ലേ. എന്താണ് $30? എൻ്റെ പൊസിഷൻ ഇപ്പോൾ ഉണ്ടോ, എത്രാമതാണ്, 17ാമതാണ്. അതായത് ഇവരൊരു ഗെയിമിൽ ഇവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അനൗൺസ്മെൻറ്റ് ഉണ്ട് എന്താണ് കൊടുക്കാൻ പോണത്. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് 50 സൊളാന പ്ലസ് പ്രിക് കോയിനോടെ കൊടുക്കുന്നത്. 50 സൊളാന വന്നു കഴിഞ്ഞാൽ 50 × 148 മൾട്ടി $7,400. അതായത് ഏകദേശം ഒരു 8 ലക്ഷത്തോളം രൂപ, അല്ലെങ്കിൽ 7 ലക്ഷത്തോളം രൂപയുണ്ട് ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക്. രണ്ടാമത് 30 സൊളാന, അതും അത്യാവശ്യം നല്ല ലക്ഷമുണ്ട്. മൂന്നാമത് 20 സൊളാന. ബാക്കി താഴോട്ട് വരുമ്പോൾ 15 സൊളാന, 12 സൊളാന, 7 അങ്ങനെ കുറഞ്ഞാണ് വരുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് 17ാമതാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന പ്രൈസ്, ഇപ്പോൾ നിൽക്കുന്ന കറൻറ്റ് പ്രൈസ് വെച്ച് 2 സൊളാനയും പ്രിക്കമാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തോ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പൊസിഷൻ എനിക്ക് കയറ്റിക്കൊണ്ടാണെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ റെഫർ ലിങ്ക് കൊടുക്കുന്നുണ്ട്. റെഫർ ലിങ്ക് വഴി എത്ര കയറുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എൻ്റെ ഓൾമോസ്റ്റ് ടാസ്ക് വെച്ച് കയറുന്നത്. പക്ഷേ റെഫർ ലിങ്ക് വഴി ഈ പൊസിഷൻ കയറുകയാണെങ്കിൽ ഞാനൊരു ടോപ്പ് 20 പൊസിഷൻ ഇവരുടെ എയർ ഡ്രോപ്പ് ഈ മന്ത് എൻഡിൽ വരുമ്പോൾ ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ച് ഈ പൊസിഷൻ കീപ്പ് ചെയ്യുകയാണെങ്കിൽ, അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. സപ്പോർട്ട് ചെയ്ത് എൻ്റെ റെഫർ ലിങ്ക് വഴി കയറി കഴിഞ്ഞ് ഞാൻ എങ്ങനെ 20 പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ അതൊരു $30 to $40 നമ്മളൊരു ഗിവ് അവേ ആയിട്ട് തിരഞ്ഞെടുക്കുന്നു. ആ ഗിവ് അവേയിൽ വിൻ ചെയ്യുന്ന ആൾക്ക് $30 to $40, അതായത് ഇപ്പോൾ ഏകദേശം ഒരു വില പറയുകയാണെങ്കിൽ ഒരു 2400 രൂപ വരും. വെറുതെ ഗിവ് അവേ ആയിട്ട് ഞാൻ കൊടുക്കുന്നതാണ്. കൺഫേംഡ് ആണ്. ഓക്കെ, ഇതിലൊരു മാറ്റില്ല, കൺഫേം ആയിട്ട് കൊടുക്കും. സോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഞാൻ തരുന്ന ഇൻഫർമേഷൻ വാല്യുബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. എങ്ങനെ 7 സോളാനൊക്കെ എത്തി 10th പൊസിഷൻ്റെ ഉള്ളിലേക്ക് എത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൂട്ടാം. പക്ഷേ 10th പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ നല്ല ചടങ്ങുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആരെയും ലിങ്ക് വഴി കയറാം. എൻ്റെ ലിങ്ക് എവിടെ കിടപ്പുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ടെലഗ്രാമിൽ വരിക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ വരിക, കമ്മ്യൂണിറ്റി ക്രിപ്റ്റോ മങ്കി ചാനൽ വരിക. പിൻ ചെയ്ത് ഇവിടെ ഒരു മെസ്സേജ് കാണാം. ആ പിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ചുകൂടി താഴേക്ക് പോകേണ്ട ആവശ്യമില്ല. പ്രിക്ക്. ഓക്കെ, 8ാമതായിട്ട് പ്രിക്കിൻ്റെ ലിങ്ക് കിടക്കുന്നുണ്ട്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ റെഫറൽ വഴി എൻ്റെ പോയിൻറ്റ്സ് കൂടാം. 20K ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 20K അനുസരിച്ച് നിങ്ങൾക്ക് റെഫറൽ ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ അങ്ങനെ കൂടുകയാണെങ്കിൽ നമ്മൾ ടോപ്പ് 20 പൊസിഷനിൽ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും നമ്മുടെ ക്രിപ്റ്റോ മങ്കി ചാനൽ വഴി ഒരു ഗിവ് അവേ ഉണ്ടാവും. അപ്പോൾ ഇതിൽ കൺഫേംഡ് ആണ്, ഇതിലൊരു മാറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ വാക്കാണ്, വാക്ക് സത്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കളിക്കാൻ നോക്കുക. ഇത് കളിക്കാത്തവർ കിട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, മസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഗിവ് അവേനെ വെച്ചുള്ള ഫുൾ ഇൻഫർമേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും ചോദിച്ച് വരരുത്, എനിക്കിപ്പോൾ കൺവേർട്ട് ചെയ്തത് എനിക്കിപ്പോൾ വിറ്റുവിടുന്ന് ചോദിക്കരുത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ എന്തായാലും യൂട്യൂബിലിടും. എപ്പോൾ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ എയർ ഡ്രോപ്പ് വന്നു കഴിയുമ്പോൾ ഇതെങ്ങനെ ക്യാഷ് ഔട്ട് ചെയ്യാം, എങ്ങനെ ക്യാഷ് ഔട്ട് ചെയ്ത് മാറ്റാം എന്നുള്ള വീഡിയോ നമ്മൾ എവിടെ ചെയ്യും, നമ്മൾ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാണ്. ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല.
സോ ആ കാര്യം നമ്മുടെ മൈൻഡിൽ വയ്ക്കുക. ഇതൊരു ഏർലി പ്രോജക്റ്റാണെന്നുള്ള കാര്യം കൂടി മനസ്സിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാതും ആവശ്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരുന്നുണ്ട്. നിങ്ങളുടെ ഫുൾ ഡൗട്ട് അവിടെ നമ്മൾ ലൈവായിട്ട് അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹാപ്പി ബൈ ബൈ മങ്സ്.